കോൺഗ്രസിന്റെ ശാപം എന്ന് പറയുന്നത് അവരുടെ നേതാക്കളാണ്. വാബോയെക്കുറിച്ച് നേതാക്കളാണ് ശല്യം. അഴിമതിയിൽ നീന്തിത്തുടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് അവരുടെ സർക്കാർ താഴെ പോയതെന്ന് എല്ലാവർക്കും അറിയാം. സോളാർ കേസിലെ അഴിമതിയെ പറ്റി ആരും മറന്നുപോയിട്ടില്ല. സ്വന്തം പാർട്ടിയുടെ അഴിമതിയെക്കുറിച്ച് ചർച്ചയാക്കാൻ നിന്നാൽ വരെ നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. എന്നിട്ടും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനാണ് താല്പര്യം. പണ്ട് ഒരു പഴമൊഴിയുണ്ട്, സ്വന്തം കണ്ണിലെ കറണ്ട് എടുത്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ തടി എടുത്താൽ മതിയെന്ന്. അതിവിടെ അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. സതീശനും സുധാകരനും ഇക്കണക്കിന് പോയാൽ ആ പാർട്ടി തന്നെ മുടിപ്പിക്കും. ഇവരെ കണ്ടുപിടിക്കാൻ ഇവരുടെ കുറച്ച് കുട്ടി നേതാക്കളും എത്തിയിട്ടുണ്ട്. ഇവരുടെ സ്വന്തം പാർട്ടിയുടെ അഴിമതി കഥകളൊന്നും പുറത്തു വരാനും പാടില്ല. എന്നാൽ ഇടതുപക്ഷത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുകയും വേണം. പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഴിമതി മുഖ്യ ചർച്ചയാക്കിയാൽ സ്വയം വെട്ടിലാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അത് മുൻനിർത്തി ചില KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിച്ച് ആ കയ്യാങ്കളിക്ക് മുതിരണോ എന്നാണ്. ഇവർ സംസ്ഥാന സർക്കാരിനെ കരുവാക്കി അവർക്കെതിരെ അഴിമതി ആരോപണം മുഖ്യ പ്രചാരണ വിഷയമാക്കാമെന്നാണ് മനക്കോട്ട കെട്ടിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച രണ്ട് വിദ്വാൻമാർ തന്നെയാണ് ഇത് പറഞ്ഞത്. അതായത് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് അഴിമതി പ്രചാരണ വിഷയമാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ സ്വന്തം നേതാക്കളുടെ വൻ അഴിമതി ജനങ്ങൾ ചർച്ചയാക്കിയെന്നും അത് തിരിച്ചടിയാകുമെന്നും ഒരു വിഭാഗം നേതാക്കൾ തുറന്നടിച്ചു. കേരളയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ IT ലോബിയിൽ നിന്ന് 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം കോൺഗ്രസിന് നാണക്കേടായെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മാസത്തിനിടെ 3 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നത്. MLA മാരായ മാത്യു കുഴൽനാടൻ, K ബാബു എന്നിവരുടെ അഴിമതികൾ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ്. പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ നിഷേധിക്കാത്തതിനാൽ അതിൽ കഴമ്പുണ്ടെന്ന തോന്നലും ജനങ്ങളിലിടയിൽ ഉണ്ടാക്കി. എറണാകുളത്തെ DCC നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതായെന്നും അഭിപ്രായമുയർന്നു. ഈ 3 അഴിമതികളും മാധ്യമങ്ങൾ മൂടിവെച്ചത് UDFന് ആശ്വാസമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം തിരിച്ചടിയാകുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ED നടപടികളെ കേരളത്തിൽ ന്യായീകരിക്കുമ്പോൾ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടലിൽ മറുപടി നൽകാൻ കഴിയുന്നില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഡൽഹിയിൽ നടത്തുന്ന സമരത്തോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചത് ശരിയായിട്ടുമില്ല. കർണാടക സർക്കാർ ഇതേ ആവശ്യവുമായി ഡൽഹിയിൽ സമരത്തിന് പോകുമ്പോൾ മറുപടി പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെയായെന്നും നേതാക്കൾ പറഞ്ഞു.